ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഇൻ്റഗ്രേഷൻ ഡേ 2 ഇന്ന് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഡേ 1 കണ്ടിട്ട് എന്ത് ചെയ്യാവുള്ളൂ, ഡേ 2 ഒന്ന് കാണാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ മിസ് ഓൾറെഡി ഡേ 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് കണ്ട് കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം, ഓടിപ്പോയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ ഡേ 2 എന്തൊക്കെയാണ് പറയാനുള്ളത് നോക്കാം അല്ലേ. ആദ്യം തന്നെ ആക്ടിവിറ്റി 5 പോകുന്നത്. ഡേ 1 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആക്ടിവിറ്റി 4 വരെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പട്ടവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു അല്ലേ. അപ്പം നമുക്ക് നോക്കിയാലോ, ഓൺ ടെയിൽസ് ആൻഡ് വിങ്സ് ആണ് കേട്ടോ. അപ്പം എന്താണ്, കൗണ്ട് ആൻഡ് റൈറ്റ് ആണ് ഫസ്റ്റ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മുടെ പട്ടത്തിൻ്റെ കൂടെ ആരൊക്കെയോ ഉണ്ട് അല്ലേ. ആരൊക്കെയുള്ളത്, പുഴു ഉണ്ട്, പുഴു അല്ലേ, വോംസ് ആണുള്ളത് അല്ലേ. പിന്നെ ആരാളുള്ളത്, ആൻസ് ഉണ്ട് അല്ലേ. ആൻസ് എന്ന് വെച്ചാൽ ആരാണ്, ഉറുമ്പാണ്. അടുത്ത ആരാണ്, സ്മോൾ ബഗ്സ്. സ്മോൾ ബഗ്സ് എന്ന് വെച്ചാൽ ചെറിയ ചെറിയ വണ്ടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്മോൾ ബഗ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവരുടെയൊക്കെ എണ്ണം കൗണ്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം കേട്ടോ. ഫസ്റ്റ് വേണ്ട നമുക്ക് ആരെ നോക്കാം, വോംസിനെ നോക്കാം അല്ലേ. വോംസ് എന്ന് വെച്ചാൽ ആരാണ്, നമ്മുടെ പുഴുക്കുട്ടന്മാരാണ് അല്ലേ. എന്ത് ഭംഗി അവരെ കാണാൻ നോക്കിക്കേ. അപ്പം മിസ്സിൻ്റെ കുഞ്ഞു കൂട്ടുകാർ എന്ത് ചെയ്യണം, ഇത് കളറൊക്കെ കൊടുത്തു കാണും അല്ലേ. അപ്പം നിങ്ങളൊന്നുകൂടെ കളർ കൊടുക്കാൻ പറ്റുന്നവർ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് പേപ്പർ അമ്മേനോട് പറഞ്ഞൊന്ന് പ്രിൻ്റ് എടുത്ത് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ. പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ വീട്ടിലിരുന്നിട്ട് അടിപൊളിയായിട്ട് കളർ കൊടുത്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് മിസ്സിനൊന്ന് അയച്ചൊക്കെ തരണേ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ ഏതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഏതാണ്, വോംസ് ആണ് അല്ലേ. അപ്പോൾ എത്ര ഉണ്ടെന്ന് മിസ്സിൻ്റെ കൂടെ കൗണ്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ മിസ് കൗണ്ട് ചെയ്യാൻ പോവാണേ. കൗണ്ട് ചെയ്തോണേ. ഇതാ ഇവിടുന്ന് തുടങ്ങാവേ. നമ്മുടെ പട്ടത്തിൻ്റെ ഒരു ചിറകിൽ നിന്ന് നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പോൾ എത്ര ഉണ്ട്, 1 2 3. ഇനി ഇവിടെ ഉണ്ടല്ലേ 3 ആളിതാ ഇവിടെയും പാത്തിരിപ്പുണ്ട് കേട്ടോ. 4 5 6. അപ്പോൾ എത്ര ഉണ്ട്, 6 ഉണ്ട് അല്ലേ. അപ്പോൾ എത്ര ഉണ്ട്, 6 പേരുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് അടുത്ത് ആരെയാണ് നമുക്ക് നോക്കേണ്ടത്, നമ്മുടെ ആൻറ്റിനെയാണ് നോക്കേണ്ടത് അല്ലേ. നമ്മൾ ആൻസ് അല്ലെങ്കിൽ എത്ര ഉറുമ്പുകളുണ്ട് നമുക്ക് നോക്കിയാലോ. അപ്പം മിസ്സിൻ്റെ കുഞ്ഞു കുട്ടികൾ മിസ്സിൻ്റെ കൂടെ കൗണ്ട് ചെയ്തേ. 1 2 3 4 5. എത്ര പേരുണ്ട്, 5 പേരുണ്ട് കേട്ടോ. എത്ര പേരാണുള്ളത്, 5 നമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ 5 പേരുണ്ട്. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ. അടുത്ത ഏതാണ്, സ്മോൾ ബഗ്സ് ആണ്. എന്താ സ്മോൾ ബഗ്സ് എന്ന് വെച്ചാൽ എന്താണ്, കുഞ്ഞു വണ്ടുകളാണ് അല്ലേ. എവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ പട്ടത്തെ കയറി അടിപൊളിയായിട്ട് ഇവർ പറക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് ഇരിപ്പുണ്ട് അല്ലേ. 1 2 3. എത്ര പേരുണ്ട്, 3 പേരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ എഴുതാവേ 3 എന്ന് എഴുതാം. നമ്പർ ഏത് എഴുതാം, 3 എന്ന് എഴുതാം കേട്ടോ. ഇനി പറഞ്ഞേക്കുന്നത് റൈറ്റ് ദ നമ്പർ ഓഫ് ക്രിയേറ്റേഴ്സ് ഫ്രം ദ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അപ്പം നിങ്ങളോട് ചെറുതിൽ നിന്ന് എങ്ങോട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്, വലുതാക്കി എഴുതാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നോക്കിക്കേ, ഇവിടെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്, ഏറ്റവും ചെറിയ നമ്പർ 3 അല്ലേ. സോ ഏത് ആദ്യം എഴുതേണ്ടത്, 3 ആണ് ഫസ്റ്റ് എഴുതേണ്ടത് കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത വലിയ നമ്പർ ഏതാണ്, 5 ആണ് അല്ലേ. 3 കഴിഞ്ഞിട്ട് അടുത്തത് 4 ഇല്ല. അടുത്ത നമ്പർ ഏതാ വരുന്നത്, 5 ആണ് കേട്ടോ. 5 കഴിഞ്ഞിട്ട് അടുത്ത നമ്പർ ഏതാ വരുന്നത്, 6 ആണ് നെക്സ്റ്റ് നമ്പർ വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതിയാൽ മതി, 3 5 6 എന്ന് എഴുതി കഴിഞ്ഞാൽ സ്മോളസ്റ്റ് ടു എന്തായിട്ട് മാറി, ലാർജസ്റ്റ് ആയിട്ട് മാറി കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. 6ാമത്തെ പ്രവർത്തനത്തിലാണ് പോകുന്നത്, പറവകളാണ്. അപ്പോൾ ആദ്യം വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാമല്ലേ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന്. നീണ്ട കഴുത്തുണ്ട്. എന്ത് കഴുത്താണുള്ളത്, നീണ്ട കഴുത്ത്. അടുത്തത് എന്താണ്, നീണ്ട കാലുകളാണ് ഉള്ളത് അല്ലേ. അപ്പം നിങ്ങൾ ഇങ്ങനത്തെ ഒരു പക്ഷിനെ കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി വെക്കണേ. എൻ്റെ കുഞ്ഞു കൂട്ടുകാർ ആലോചിച്ച് നോക്കി വെക്കണം കേട്ടോ. നീണ്ട കഴുത്തുണ്ട്, നീണ്ട കാലുകളുണ്ട്. ഇവൻ എന്ത് പിടിക്കും, മീനെ തിന്നും. എന്തിനെ തിന്നും എന്ന് പറഞ്ഞേക്കുന്നത്, മീനെ തിന്നും. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്, വെളുത്ത നിറമാണ്. ഏത് നിറമാണ്, വെളുത്ത നിറമാണ് കേട്ടോ. നീണ്ട കഴുത്തുണ്ട്, നീണ്ട കാലുകളുണ്ട്, മീനെ തിന്നും, വെളുത്ത നിറമാണ്. ആരാണെന്ന് മിസ്സിൻ്റെ കൂട്ടുകാർ പെട്ടെന്ന് പറഞ്ഞേ, ആരായിരിക്കും, കൊക്കാണ് കേട്ടോ. കൊക്കാണ് കേട്ടോ, കൊക്ക്. അടുത്തതിലേക്ക് പോവാം അല്ലേ. അടുത്ത എന്താ പറയുന്നത്, നെക്സ്റ്റ് അടുത്ത എന്താണ്, വായിക്കൂ, വരച്ച് യോജിപ്പിക്കൂ. അപ്പോൾ കുഞ്ഞു കൂട്ടുകാരോട് വായിച്ചിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, വരച്ച് യോജിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ വായിച്ച് നോക്കിക്കേ, മിസ്സിൻ്റെ കൂടെ വായിച്ചേ. പച്ച നിറം. ആദ്യത്തെ എന്താ കൊടുത്തേക്കുന്നത്, പച്ച നിറം. ഒന്ന് പറഞ്ഞേ കുഞ്ഞു കൂട്ടുകാരെ, പച്ച നിറമുള്ള കിളി ഏതാണ് അല്ലെങ്കിൽ പക്ഷി ഏതാണെന്ന് മിസ്സിൻ്റെ കുഞ്ഞു കൂട്ടുകാരൊന്ന് പറഞ്ഞേ. ഇതാണ് പച്ച നിറമുള്ള അല്ലേ. പച്ച നിറമുള്ള ആൾ ആരാണ്, തത്തയാണ് അല്ലേ. പച്ച നിറമുള്ളത് ആരാണ്, തത്തയാണ്. അടുത്ത മിസ് ചോദിക്കട്ടെ, നിങ്ങൾ മിസ്സിൻ്റെ കൂടെ പറയണേ, അരി തിന്നും. ആരാണ് അരി തിന്നുന്നത്, കുഞ്ഞു കൂട്ടുകാരെന്ന് പറഞ്ഞേ. മിസ്സിൻ്റെ പൊന്നു മക്കളെന്ന് പറഞ്ഞേ, ആരാണ് അരി തിന്നുന്നത്, കാക്കയാണ് കേട്ടോ. ആരാ തിന്നുന്നത്, കാക്കയാണ്. അടുത്തത് എന്താണ്,
തേൻ കുടിക്കും. ആരാ തേൻ കുടിക്കുന്നത്? തേൻകുരുവിയാണ് തേൻ കുടിക്കുന്നത് കേട്ടോ. ആരാ തേൻ കുടിക്കുന്നത്? തേൻകുരുവിയാണ്. അടുത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മീൻ തിന്നും. ആരാ മീൻ തിന്നുന്നത്? മീൻ തിന്നുന്നത് നമുക്ക് പരുന്തിനെ പറയാം അല്ലേ. മീൻ തിന്നുന്നത് ആരെ പറയാം? പരുന്തിനെ വേണേൽ പറയാം അല്ലേ. മീൻ തിന്നും. അടുത്തത് വളഞ്ഞ ചുണ്ട്. ആർക്കാ വളഞ്ഞ ചുണ്ടുള്ളത്? നമ്മുടെ തത്തയുടെ ചുണ്ട് എന്താണ്? വളഞ്ഞ ചുണ്ടാണല്ലേ. അപ്പം നമുക്ക് തത്തേനെ അടയാളപ്പെടുത്താം കേട്ടോ. വളഞ്ഞ ചുണ്ട് തത്തേനെ അടയാളപ്പെടുത്താം. അടുത്ത എന്താ ചോദിച്ചേക്കുന്നത്? വീട്ടിൽ വളർത്തുന്ന ഒരു പക്ഷിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ വരച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ കോഴിയാവാം, താറാവാം, ആരെ വേണേലും വളർത്താം. നമുക്ക് എന്ത് ചെയ്യാം? വരയ്ക്കാം കേട്ടോ. അപ്പം മിസ് എന്ത് ചെയ്യാം? ജസ്റ്റ് ഒരു കുഞ്ഞു കോഴീനെ വരയ്ക്കാവേ. മിസ്സിന് കോഴിനെ കണ്ടിട്ട് നിങ്ങൾ കോഴിയായിട്ട് തോന്നുന്നുണ്ടോ? ഓക്കെ, മിസ്സിന് കുഞ്ഞു കോഴിനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാരാണ്? കോഴിയാണ് കേട്ടോ. അപ്പോൾ മിസ് ഇതിൻ്റെ താഴെ എഴുതി കൊടുക്കുകയാണേ, കോഴി എന്ന് എഴുതി കൊടുക്കുക കേട്ടോ. കോഴി എന്ന് മിസ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിൽ വളർത്തുന്നൊരു പക്ഷിയാണല്ലോ കോഴി. അപ്പം മിസ് ഇതാ ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം മിസ്സിൻ്റെ കൂടെ ഒന്നുകൂടെ പറഞ്ഞു നോക്കിക്കേ. പച്ച നിറമുള്ളത് ഏതാണ്? തത്തയാണ്. അരി തിന്നുന്നത് ആരാണ്? കാക്കയാണ് അല്ലേ. തേൻ കുടിക്കും തേൻകുരുവി. ഇനി ആരാണ് മീനെ തിന്നുന്നത്? ആരാണ്? പരുന്താണല്ലേ. വളഞ്ഞ ചുണ്ടുള്ളത് ആരാണ്? നമ്മുടെ തത്തയാണ് കേട്ടോ. വളഞ്ഞ ചുണ്ടുള്ളത് ആരാണ്? തത്തയാണ്. നെക്സ്റ്റ് അടുത്ത് നോക്കിക്കേ, വീട്ടിൽ വളർത്തും. ആരാണ് വീട്ടിൽ വളർത്തുന്നത്? ആരാണ്? കോഴിയാണ് കേട്ടോ. വീട്ടിൽ വളർത്തുന്നത് ആരാണ്? കോഴിയാണ്. അപ്പോൾ അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് പോയാലോ? അടുത്ത ആക്ടിവിറ്റിയിലേക്ക് നമുക്ക് ഓടിപ്പോവാം അല്ലേ. അടുത്തത് കളിപ്പാട്ടം. പാട്ടിൻ്റെ വരികൾ എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? കൂട്ടിച്ചേർക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ടീച്ചർ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളോട് ടീച്ചറോ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവില്ലേ ക്ലാസ്സിൽ കളിപ്പാട്ടങ്ങളൊക്കെ ഓല വെച്ചും ഇലകൾ വെച്ചൊക്കെ കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവരാൻ. അപ്പോൾ നിങ്ങൾ എന്തായാലും കുറേ കൂട്ടുകാർ കളിപ്പാട്ടങ്ങളൊക്കെ എന്തായാലും ഉണ്ടാക്കിക്കൊണ്ടേ കാണൂല്ലേ. അപ്പോൾ ഇവിടെ ചെറിയ പാട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ മിസ് അത് എന്താന്ന് വായിക്കാം കേട്ടോ. കളിച്ചിരി. എന്താ പറഞ്ഞേക്കുന്നത്? കളിച്ചിരി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ചിരി കളിച്ചിരി നല്ല കളിപ്പാട്ടം, പമ്പരമാണേ കളിപ്പാട്ടം. അതേപോലെ നിങ്ങളോട് ഉണ്ടാക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ആദ്യത്തെ 3 ലൈൻ അതേപോലെ നമുക്ക് ഇങ്ങോട്ട് എഴുതാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ലൈൻ ഇവിടെ കളിച്ചിരി എന്ന ലൈൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എഴുതി പൂരിപ്പിച്ചിലേക്ക് പോയാലോ. എന്തൊക്കെയാണ്? ചിരി കളിച്ചിരി കേട്ടോ. അപ്പം മിസ് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുഞ്ഞു കൂട്ടുകാർ വായിച്ച് നോക്കണം കേട്ടോ. കളിച്ചിരി നല്ല കളിപ്പാട്ടം. കളിച്ചിരി എന്താണ്? നല്ലൊരു കളിപ്പാട്ടമാണ് അല്ലേ. പന്താണേ കളിപ്പാട്ടം. എന്താണ് കളിപ്പാട്ടം? പന്തൊരു കളിപ്പാട്ടമാണല്ലേ. ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്? പന്തിൻ്റെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അല്ലേ. അടുത്ത ലൈൻ എന്താ കൊടുത്തേക്കുന്നത്? കളിച്ചിരി ചിരി കളിച്ചിരി നല്ല കളിപ്പാട്ടം, പീപ്പിയാണേ കളിപ്പാട്ടം. അപ്പം എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ 3 ലൈന് നിങ്ങൾ കുഞ്ഞു കൂട്ടുകാർ അതേപോലെ ഇറക്കി എഴുതിയാൽ മതി. പിന്നെ എന്തെങ്കിലും ഒരു കളിപ്പാട്ടത്തിൻ്റെ പേരൂടെ ചേർത്തിട്ട് 4ാമത്തെ വരി ഒന്ന് പൂരിപ്പിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. ഇനി അടുത്തതിലേക്ക് പോയാലോ. 8ാമത്തെ പ്രവർത്തനത്തിലേക്കാണ് പോകുന്നത്. എന്താണ്? കളികളാണല്ലേ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, കുറേ കൂട്ടുകാർ കൂടിയിട്ട് എന്തൊക്കെയോ കളികളൊക്കെ കളിക്കുന്നുണ്ട് അല്ലേ. അവരുടെ കളിപ്പാട്ടങ്ങളൊക്കെ കൂട്ടിയിട്ട് എന്തൊക്കെയോ കളികൾ കളിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കിയാലോ. വായിച്ച് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഏതൊക്കെ കളികളാണെന്ന് നോക്കാം അല്ലേ. ക്രിക്കറ്റ് ഉണ്ട്, ഒളിച്ചു കളിയുണ്ട്, കബഡി, പന്ത് കളി, കഞ്ഞിയും കറിയും വെച്ച് കളി, കുളങ്കര, ചാടിക്കളി, ക്യാരംസ് ബോർഡ്, പാമ്പും കോണിയും, തൊട്ടുകളി. അങ്ങനെ കുറേ കളികളൊക്കെ ഇവർ കളിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് നോക്കിയാലോ. ഉപകരണങ്ങൾ ആവശ്യമില്ലാത്ത കളികൾക്ക് ടിക്ക് അടയാളപ്പെടുത്താനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. ക്രിക്കറ്റിന് എന്തൊക്കെ ഉപകരണങ്ങൾ വേണം? പന്ത് വേണം, ബാറ്റ് വേണം, ശരിയല്ലേ. അപ്പോൾ ഉപകരണങ്ങൾ ആവശ്യമുണ്ടോ? ഉണ്ട് അല്ലേ. ഒളിച്ചു കളിക്ക് എന്തെങ്കിലും ഉപകരണങ്ങൾ വേണോ എന്ന് കുഞ്ഞു കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഓരോ ഉപകരണം വേണ്ട അല്ലേ. അപ്പം എന്താണ്? ഒളിച്ചു കളി കൊടുക്കുക അല്ലേ. കബഡി കളിക്ക് ഉപകരണങ്ങൾ എന്തെങ്കിലും വേണോ? വേണ്ട, ആൾക്കാർ മാത്രം മതിയില്ലേ. അപ്പം എന്തും കൊടുക്കാം, കബഡിയും കൊടുക്കാം കേട്ടോ. പന്ത് കളിക്ക് എന്ത് വേണം? പന്ത് വേണം അല്ലേ. സോ അത് കൊടുക്കാൻ പറ്റുമോ? ടിക്ക് ചെയ്യാൻ പറ്റില്ല. കഞ്ഞിയും കറിയും വെച്ച് കളി, ചിരട്ട വേണം അല്ലേ, വെള്ളം വേണം, അങ്ങനെ പല സാധനങ്ങളും ആവശ്യമുള്ള കളിയല്ലേ പന്ത് കളി. അപ്പം എന്താണ്? പന്ത് കളിയല്ല, കഞ്ഞിയും കറിയും കളി അല്ലേ. കറി വെക്കാൻ കുറേ ഇലകളൊക്കെ പല ചിരട്ടയും സ്പൂണും ഒക്കെ എടുത്ത് നിങ്ങൾ കളിക്കലില്ലേ. അപ്പോൾ അത് നടക്കില്ല അല്ലേ. അപ്പോൾ അത്
ടിക്ക് ചെയ്യണ്ട കേട്ടോ. അടുത്തത് കുളങ്കര, ആൾക്കാർ മാത്രം മതിയില്ലേ. അപ്പോൾ ഇത് എന്ത് ചെയ്യാം, അതും നമുക്ക് ടിക്ക് ചെയ്യാം കേട്ടോ. ചാടിക്കളി, സാധനങ്ങൾ ആവശ്യമുണ്ടോ, ഇല്ല അല്ലേ. അടുത്തത് ക്യാരൻസ് ബോർഡാണ് അല്ലേ, സാധനങ്ങൾ ആവശ്യമുണ്ട് അല്ലേ. പാമ്പും കോണിയും എന്തൊക്കെ പാമ്പും കോണിയിനുള്ള ആ ഒരു ബോർഡ് വേണം. പിന്നെ എന്തൊക്കെയാണ്, അതിനുള്ള സാധനങ്ങളൊക്കെ ആവശ്യമുണ്ട് അല്ലേ. തൊട്ടുകളി ആവശ്യമുണ്ടോ, സാധനങ്ങൾ ആവശ്യമില്ലാത്ത കളിയാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റിനോട്ട് അപ്പം ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഇനി നെക്സ്റ്റ് അടുത്ത സെക്ഷനുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യുക, പഠിച്ച് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.